ലോക കൊതുക് ദിനത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് വട്ടിയൂർക്കാവിൽ ഇന്ന് നമ്മൾ വെച്ചിട്ടുള്ളത്. അത് സാധാരണ രീതിയിൽ കനകക്കുന്നിലോ അല്ലെങ്കിൽ മസ്കറ്റ് ഹോട്ടലൊക്കെയാണ് സാധാരണ വയ്ക്കാറെങ്കിലും നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചിക്കൻ കുനിയൊക്കെ ബാധിച്ചൊരു സാഹചര്യത്തിലാണ് ഇത് പൂർണ്ണമായിട്ടും ഒരു പൊതു ഫംഗ്ഷനായിട്ട് നടത്താനുള്ള കാരണം ജനങ്ങളെ കൂടുതൽ ബോധവാന്മാരാക്കുക എന്നുള്ളതിന് പ്രധാന ഘടകമാണ്. അപ്പോൾ വളരെ വിശദമായി തന്നെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഈ രോഗങ്ങളെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഓരോ വിഭാഗം കൊതുകുകളാണ് ഓരോ രോഗം പരത്തുന്നത്. അപ്പോൾ ഇതിനൊറ്റ ഫോർമുല എന്താണെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അങ്ങ് കൊല്ലുക കൊതുകിന്. അതാണ് ഏറ്റവും നമ്മുടെ മുമ്പിലുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് കഴിഞ്ഞ തവണ പകർച്ചവ്യാധികൾ വന്നപ്പോൾ ഗവൺമെൻറ് തീരുമാനമെടുത്തത് ഡ്രൈ ഡേ ആചരിക്കാൻ തീരുമാനിച്ചു. വെള്ളിയാഴ്ചകളിൽ വിദ്യാലയങ്ങളും ശനിയാഴ്ചകളിൽ സർക്കാർ ഓഫീസുകളും ഞായറാഴ്ച സ്വന്തം വീടുകളിൽ നമ്മൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, കെട്ടിക്കിടക്കുന്ന വെള്ളം തുറന്നു വിടുക തുടങ്ങി വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും അതനുസരിച്ച് കുറേ പ്രവർത്തനം നടന്നപ്പോഴാണ് നമുക്ക് പകർച്ചവ്യാധികളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞത്. പക്ഷേ അത് നിയന്ത്രിച്ചു എന്നുള്ളൊരു വിശ്വാസം വന്നപ്പോൾ പിന്നെ വീണ്ടും പഴയ പോലെയായി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പടർന്നു വരാനുള്ള ഇടയാക്കിയത്. ഇപ്പോൾ കഴിഞ്ഞ തവണ പകർച്ചവ്യാധികളുടെ ഒരു ഘട്ടം വന്നപ്പോൾ നമുക്കന്ന് ഒരു കാര്യം പറഞ്ഞു. പഞ്ചായത്ത് ഇലക്ഷനൊക്കെ കഴിഞ്ഞ് മെമ്പർമാർ വന്ന ഉടനെയാണ് അവർ കാര്യങ്ങൾ പഠിച്ചു വരുന്നതിന് മുമ്പ് വീണ്ടും പെരുമാറ്റച്ചട്ടം വന്നു, അസംബ്ലി ഇലക്ഷൻ വന്നു, അതൊക്കെ പറഞ്ഞു. പക്ഷെ ഇനി വന്നാൽ ഇനി ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നഗരസഭ അധികാരത്തിൽ വന്നിട്ട് 6 മാസമായി, സർക്കാർ വന്നിട്ട് 3 മാസമായി. ഇനി ഉത്തരവാദിത്വത്തിൽ നിന്ന് ആർക്കും കൈയെടുക്കാൻ കഴിയില്ല. അങ്ങനെയാണ് നമ്മൾ ഇത്തവണ ഇന്ന് കൊതുക് ദിനത്തിൻ്റെ പരിപാടി ഇന്നൊരു ഔട്ട്ഡോർ പരിപാടിയായി നടത്താൻ നിശ്ചയിച്ചു. അപ്പം മിനിഞ്ഞാന്നെടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത് വീടുകളിൽ ചെന്നവരെ ഒന്നും കൂടെ ബോധവാന്മാരാക്കുക. അതിന് നഗരസഭയുടെ ഹെൽത്ത് വിഭാഗം ജീവനക്കാരും സർക്കാരിൻ്റെ ആരോഗ്യ വിഭാഗം ജീവനക്കാരും ആശാ വർക്കർമാരും കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ അതാത് വാർഡുകളിൽ പോവുക. അതാണ് എടുത്ത തീരുമാനം. കൊതുകുകളെ പൂർണ്ണമായിട്ട് നശിപ്പിക്കണം. അതിന് ശുചിത്വശീലങ്ങളിലൂടെ രോഗവ്യാപനം തടയണം. വ്യക്തിഗത സംരക്ഷണം ശ്രദ്ധിക്കണം. കൊതുകടി ഏൽക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ കൊതുവല, അതുപോലെ തന്നെ ഈ നെറ്റുകൾ കൂടുതലിടുക, വാതിലിലൊക്കെ നെറ്റ് വയ്ക്കുക. നഗരസഭയിലെ ആരോഗ്യ ജീവനക്കാർ, അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പ് ജീവനക്കാർ, ആശാ വർക്കർമാർ എല്ലാവരും ഒരുമിച്ച് വീടുകളിൽ ചെന്ന് ബോധവൽക്കരിച്ച് നമുക്കിതിനെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ, കൊതുകുകളെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് അറിയിക്കുന്നു. ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് എല്ലാ ആഴ്ചയും ഞാൻ ഡ്രൈ ഡേ കൃത്യമായി ആചരിക്കും. കൊതുകുകടിയിൽ നിന്നും രക്ഷ നേടാനുള്ള വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങൾ ഞാൻ സ്വീകരിക്കും.